മസാലപ്പൊടികളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ട് നല്ലൊരു അടിപൊളി ചിക്കൻ ഐറ്റമാണ് ഇതിനാകെ വേണ്ടത്. ചതച്ച ചെറിയുള്ളി, ചതച്ച മുളക്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില. ഒരു പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി, ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് ട്ര എന്ന് അടിച്ചെടുത്തിരിക്കുന്ന ചെറിയ ഉള്ളിയാണ്. അതൊന്ന് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുത്തു. കറിവേപ്പില വഴണ്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കുനുകുന അരിഞ്ഞതും 2 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനൊക്കെ ഒരു കളർ വരാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനൊക്കെ നന്നായിട്ട് കോട്ടഡാകുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നിറയെ കറിവേപ്പില വാരി വെതിർക്കുള്ളൂ. കറിവേപ്പിലയും കൂടിയിട്ട് അടച്ച് വെച്ച് ഇതിനൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ്റെ മെയിൻ പരിപാടികളെല്ലാം കഴിഞ്ഞു. അങ്ങനെ എൻ്റെയും പരിപാടികളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സമാധാനിച്ചിരുന്ന ഞാൻ വെറുതെ ഒന്ന് സിങ്കിലേക്ക് ഒന്ന് നോക്കി. ദൈവമേ, നിറയെ പാത്രങ്ങൾ കണ്ട് എൻ്റെ ബോധം പോയി. പിന്നെ ഞാൻ വലിയ കടുങ്കൈക്കൊന്നും നിന്നില്ല, ഓടി നേരെ ഡിഷ് വാഷറിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് സിങ്കിൽ കിടന്ന പാത്രങ്ങളെല്ലാം എടുത്തെങ്കിൽ ഞാനിങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുത്തു. എന്നിട്ട് സോപ്പൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഒരു അരമണിക്കൂറത്തേക്ക് ഡിഷ് വാഷർ സെറ്റ് ചെയ്ത് വെച്ചു. നിറയെ പേർക്ക് ഡൗട്ടുണ്ട് ഡിഷ് വാഷറിൽ ഇട്ടാൽ നന്നായിട്ട് ക്ലീൻ ആവുമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം ഡിഷ് വാഷറിൻ്റെ അകത്തിട്ടിട്ടുള്ള പാത്രം എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന്. ഡിഷ് വാഷറിൻ്റെ ഒരു 10 മിനിറ്റത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഓടി വന്ന് നോക്കിയപ്പോഴത്തേക്കും ചിക്കനൊക്കെ നല്ല തിളച്ച് വെള്ളമൊക്കെ ഇറങ്ങി നല്ല കുക്കായിട്ടിരിപ്പുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തുറന്ന് വെച്ച് ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അധികം ഡ്രൈ ആക്കേണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയാണ് പെർഫെക്റ്റ്. ഇങ്ങനത്തെ റെസിപ്പീസ് കാണുമ്പോഴാണ് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ എടുത്ത് കിണറ്റിടാൻ തോന്നുന്നത്. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറിക്ക്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് നേരെ ഡിഷ് വാഷറിൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേക്കും പാത്രങ്ങളൊക്കെ നല്ല കഴുകി ഉണങ്ങി നല്ല പളപളാ തിളങ്ങുന്നു.